പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക? എയർ ഇന്ത്യ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കി എന്നൊരു വാർത്ത വരുന്നു. ഇന്നത്തെ 4 വിമാന സർവീസുകൾ റദ്ദാക്കിയതായി കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് രൂപപ്പെട്ട ചാരമേഘങ്ങൾ ദില്ലിയുടെ വായു ഗുണനിലവാരത്തെ ബാധിക്കില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിൽ പലരോട് കൂടുതൽ വിവരങ്ങളുമായി അതിൽ പലരുടെ വിമാന സർവീസുകളെ കാര്യമായി ബാധിച്ചു. എയർ ഇന്ത്യ 4 സർവീസുകൾ റദ്ദാക്കി എന്ന് പറയുന്നു. അതേസമയം വായു ഗുണനിലവാര സൂചികയിൽ ഈ കരിമേഘ പടലം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നത് അല്പം ആശ്വാസമുണ്ട് അല്ലേ? അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കരിമേഘ പടലങ്ങൾ വന്നിരിക്കുന്നത് അന്തരീക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ്. അതുകൊണ്ട് ഉയർന്ന ഭാഗത്തുള്ള ഈ കരിമേഘങ്ങൾ വായു ഗുണനിലവാരത്തെ ബാധിക്കില്ല എന്ന വിലയിരുത്തലാണ് വിദഗ്ധർക്കുള്ളത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അടക്കം ഇക്കാര്യത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി വരികയാണ്. ഏതായാലും കേന്ദ്ര സർക്കാർ ജാഗ്രതയോടെ തന്നെ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത്. ഈ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഈ മേഘ ചുരുളുകൾ ഉയർന്നതിന് പിന്നാലെ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന്. എയർ ഇന്ത്യ ഇപ്പോൾ പുതിയ അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. ചെന്നൈ മുംബൈ, ഹൈദരാബാദ് ദില്ലി, മുംബൈ ഹൈദരാബാദ് മുംബൈ, മുംബൈ കൊൽക്കത്ത മുംബൈ എന്നിങ്ങനെ 4 വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിക്കുകയാണ്. ഇന്നലെ നടത്തേണ്ടിയിരുന്ന 7 വിമാന സർവീസുകൾ റദ്ദാക്കിയതായും എയർ ഇന്ത്യ അറിയിക്കുന്നു. ഒട്ടേറെ വിമാനങ്ങൾ ഇപ്പോഴും വൈകിയാണ് സർവീസ് നടത്തുന്നത്. ഇൻഡിഗോയുടേതടക്കം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുക ഉണ്ടായിരുന്ന ഭാഗത്തുകൂടി യാത്ര ചെയ്ത പറന്ന വിമാനങ്ങളിലൊക്കെ പ്രത്യേക പരിശോധന നടത്താനുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ വിമാനങ്ങൾ റദ്ദാക്കുന്നതിന് കാരണം എന്നുകൂടി എയർലൈനുകൾ അറിയിക്കുകയാണ്.